JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാഹു കേതുക്കളുടെ രാശിമാറ്റം 2025 ഉണ്ടാകുമ്പോൾ അത് ചിങ്ങൻ രാശിക്കൂറുകാരായ മകം, പൂരം, ഉത്തരത്തിൻ്റെ 1-ാം പാദം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണ് എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഓരോ ഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രാശിഫലം പറയുന്നത് ഏത് ഗ്രഹത്തെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കാൻ കൂടിയാണ്. അസ്ട്രോളജി ഇഷ്ടപ്പെടുന്നവരും പഠിക്കുന്നവരും ഇതൊക്കെ കാണാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായി ജ്യോതിഷത്തിൻ്റെ വിവരം നൽകിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹോരാശാസ്ത്രം, ബൃഹത്സംഹിത, പ്രശ്നമാർഗം, ബൃഹജ്ജാതകം, ജാതകാദേശം, ദശാധ്യായി, ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അസ്ട്രോളജിയിൽ മൂലഗ്രന്ഥങ്ങളായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലെ വിവരങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായിട്ടൊക്കെ യോജിച്ച് വരുന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് നിങ്ങളുമായിട്ടൊക്കെ പങ്കുവയ്ക്കുന്നത്. അസ്ട്രോളജിയുടെ പേര് പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ബന്ധമൊന്നുമില്ലാതെ രാവിലെ പ്രശ്നം വെച്ചപ്പോൾ 10 നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം ഉണ്ടായി. അങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ അങ്ങ് ഈ രാജ്യം കീഴടക്കി ഉന്നതിയിലേക്ക് പ്രാപിക്കും എന്നൊക്കെ പറയുന്നതൊന്നും അസ്ട്രോളജിയുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജ്യോതിഷത്തിലെ 6 ഭാഗങ്ങളിലൊന്നാണ് പ്രശ്നം. ഈ പ്രശ്നം നോക്കുന്നത് എപ്പോഴാണ്, നോക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സൂചനകൾ എന്താണ് എന്നൊന്നും നിങ്ങളെ സംബന്ധിച്ച് മനസ്സിലാകാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടുമുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒരാൾ ഒരാവശ്യത്തിന് വേണ്ടി ഒരു ജ്യോത്സ്യൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അയാളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അതായത് ആ വ്യക്തിയുടെ രൂപം, ഭാവം, സ്വഭാവം, നിറം, അപ്പോഴത്തെ സാഹചര്യം, ഉടുത്തിരിക്കുന്ന വസ്ത്രം, പ്രകൃതിയുടെ അന്നേരത്തെ അവസ്ഥ, ഇതെല്ലാം മനസ്സിലാക്കി അപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും കൂടി അറിഞ്ഞതിന് ശേഷം അയാൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്, അതിനെ സംബന്ധിച്ച് മാത്രമുള്ള കാര്യങ്ങളാണ് അവിടെ ലഭിക്കുക. ഇതിനെ വർഷപ്രശ്നമെന്നും മാസപ്രശ്നമെന്നും 2 രീതിയിൽ പറയാറുമുണ്ട്. ഞാൻ ഒരുപാട് പ്രശ്നത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുമുണ്ട്, ദേവപ്രശ്നത്തിനും അല്ലാത്ത കാര്യങ്ങളിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വളരെ ആവേശകരമായി തോന്നുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ഇനിയും നമുക്ക് വിഷയത്തിലേക്ക് പോകുമ്പോൾ, രാഹു കേതുക്കളുടെ പൊതു സ്വഭാവം ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. വിദേശബന്ധം, അന്യമത സംസ്കാരം, പാരമ്പര്യ സ്വഭാവത്തെ, അതായത് അതിപുരാതന കാലത്തെ വിവരങ്ങളെ അതേപോലെ പകർത്താൻ പ്രേരിപ്പിക്കുന്നത്, 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പിന്തുടരുന്ന ചിലതിനെ തള്ളിപ്പറയുന്നതും അതിൻ്റെ പ്രത്യേകതയാണ്. ഒന്നായി കഴിഞ്ഞിരുന്നത് 2ആയി മാറി പരസ്പരം നേർക്കുനേരെ നിന്ന് പുറകോട്ട് സഞ്ചരിക്കുന്ന ഒരു സ്വഭാവമാണ് രാഹുവും കേതുവും. മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോഴും, അതായത് പറ്റിച്ച് ജീവിക്കാനായി വേഷം മാറി അമൂല്യമായ വസ്തു കൈക്കലാക്കാൻ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കി തല വെട്ടിമാറ്റിയ അമൃത് എന്ന അമൂല്യ വസ്തു അല്പം വായിൽ വീണതുകൊണ്ട് ശരീരവും ഉടലും 2ആയി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് ഇതിൻ്റെ പിന്നിലെ കഥ. പുരാണ കഥകളിലൊക്കെ ഇത്തരം ഒരുപാട് സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. ഇനി ഈ പുരാണങ്ങളെ ഒന്നും നമ്മൾ പുറകെ പോകാതെ, ഇപ്പം മഹാഭാരത കഥ തന്നെ എടുത്താലും അത് തന്നെയാണ്. ഒന്നായി കഴിഞ്ഞിരുന്നവർ 2ആയിട്ട് മാറുന്നു, അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു, പരസ്പരം നശിക്കുന്നു. അവസാന ഭാഗം എടുത്ത് വെച്ച് പരിശോധിച്ചാൽ ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അതാണ് തുടക്കം. അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒന്നായ ഒരു ഭൂമിയായിരുന്നല്ലോ ഈ ഭാരതഭൂമി. ഒന്നായ ഭാരതത്തെ 2ആയി പിളർത്തി, 2 ഭാഗമാക്കി. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണവും അന്യമത ബന്ധവും സംസ്കാരവും ഒക്കെയാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭാരതം 2ആയി മാറിയപ്പോൾ ഇടനിലക്കാരായി നിന്ന് അങ്ങനെ ആക്കിയതും വിദേശ ബന്ധം സൂചിപ്പിക്കുന്നുണ്ട്, അല്ലാതെ സ്വയം അങ്ങായതൊന്നുമല്ല. ഇടയ്ക്ക് വിദേശികളാണ് ഇതിനൊക്കെ ചരട് വലിച്ചത്. അത് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, രാഹു കേതുക്കളുടെ ആ ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള ഒരു സൂചന തരാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. രാഹു കേതുക്കൾ ആരോടൊപ്പം ചേരുന്നു, അവരെ സ്വാധീനിച്ച് അവരിലൂടെ ഉദ്ദേശകാര്യം അവർ വിചാരിച്ചതെന്താണോ അത് സാധിക്കാനായി അവർ പരിശ്രമിക്കുന്നു.
ബുദ്ധിയും ആഗ്രഹവും ചിന്താഗതിയും തല മാത്രമുള്ള രാഹുവിനും എന്തും പ്രവർത്തിക്കാനുള്ള കഴിവ് തലച്ചോറില്ലാത്ത കേതുവിനും ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശുഭരാശിയിൽ ഇവർ നിൽക്കുമ്പോൾ അല്പം ശുഭഫലവും ശുഭഗ്രഹങ്ങളുടെ യോഗം ഉള്ളപ്പോൾ അല്പം ശുഭകാര്യങ്ങളും ശുഭഫലവുമൊക്കെ ഇവർ തരുന്നുണ്ട്. പാപരാശിയിൽ പാപഗ്രഹങ്ങളുടെ യോഗമായിട്ട് നിൽക്കുമ്പോൾ അതെന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഇതിന് പ്രാധാന്യമായി ഫലത്തിൽ വരിക. അതായത് മറ്റുള്ളവരുടെ ഫലത്തെ, അവരുടെ തനി സ്വഭാവത്തെ മാറ്റിമറിച്ച് ഇവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2023 ഒക്ടോബർ 30 മുതൽ 2025 മെയ് 18 വരെ മീനൻ രാശിയിൽ 8ാം ഭാവത്തിലാണ് രാഹു സഞ്ചരിച്ചത്. കേതു 2ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. 2ാം ഭാവം ധനവും അതുപോലെ വിദ്യാഭ്യാസത്തെയും കുടുംബത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അതായത് ധനം, വിദ്യ, കുടുംബം, വാക്ക്, പൂർവ്വസ്വത്ത്, ഭക്ഷണം മുതലായവയൊക്കെ സൂചിപ്പിക്കുമ്പോൾ സ്വന്തമായി കൂടുതൽ പഠിക്കാനും ഇവർ ശ്രമിക്കും. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും കുടുംബവക സ്വത്തുക്കൾ ലഭിക്കാൻ സാധ്യതയുമൊക്കെ വരും. എന്നാൽ അതിലൊന്നും വലിയ തൃപ്തിയൊന്നും ഉണ്ടാകത്തില്ല. ചില അപാകതകളൊക്കെ ഇവർ കണ്ടെത്തുകയും ചെയ്യും. അല്ലെങ്കിൽ ചില കുഴപ്പങ്ങളോ ചില മോശങ്ങളോ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ലഭിക്കാത്തതിനുള്ള ചില നിരാശയൊക്കെ ഇവർക്കുണ്ടാകും. കുടുംബത്തിൽ നിന്ന് മാറി പലപ്പോഴും താമസിക്കേണ്ട സാഹചര്യം വരും. ചില കാര്യങ്ങൾ ബന്ധുക്കളുമായി ആ ഒരു ബന്ധത്തിൽ പലതുകൊണ്ടും അതൃപ്തിയും ചില അകൽച്ചയും ഒക്കെ ഉണ്ടായെന്നും വരും. കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള കഴിവ് മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടി മെച്ചമായി ഇവർക്ക് അനുഭവപ്പെടുകയും. കാരണം സംസാരിച്ച് ഫലിപ്പിക്കാൻ ഇവർക്ക് കൂടുതൽ ഒരു സാമർഥ്യം ഉണ്ടാകും. അഷ്ടമത്തിലെ രാഹുവിനെ ചിന്തിക്കുമ്പോൾ അഷ്ടമം ആയുസ്, കടം, രോഗം, മനപ്രയാസം, ഉപജീവനമാർഗം, ആപത്ത്, അപവാദം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അഷ്ടമം. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുക, മനസ്സറിയാതെ അമിതമായ ചിലവുണ്ടാവുക, ആരോഗ്യ സംബന്ധമായി അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളൊക്കെ വരിക, ഉദരരോഗം, കാലിന് അഥവാ സന്ധിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, കണ്ണിന് മങ്ങല് വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുക. 5ാം ഭാവാധിപനായ വ്യാഴത്തിൻ്റെ രാശിയായ മീനം അഷ്ടമരാശി ആവുന്നത് കൊണ്ട് സന്താന വിഷയത്തിൽ അല്പം പ്രയാസമൊക്കെ ഉണ്ടാവുക, മനസ്സിന് വളരെയേറെ പ്രയാസം നേരിടുന്ന പല അനുഭവങ്ങളും വരിക. 2ലെ കേതുവും അഷ്ടമരാഹുവും പരസ്പരം ബന്ധപ്പെടുമ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുക. ആശുപത്രിവാസവും അതുമൂലം പ്രയാസങ്ങളും ധനനഷ്ടവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരിക. അഷ്ടമത്തിൻ്റെ കാരകൻ ശനി ആയതുകൊണ്ട് ചിങ്ങൻ രാശിക്കൂറുകാർക്ക് 7ൽ നിൽക്കുന്ന ശനി മൂലക്ഷേത്രമാണെങ്കിലും ഒരു മെച്ചവും ഉണ്ടാകുന്നില്ല. അഷ്ടമാധിപനായ വ്യാഴം കേന്ദ്രത്തിൽ 10ാം ഭാവത്തിൽ വരുന്നത് രോഗാവസ്ഥയ്ക്കും കാരണമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തൊഴിൽ തടസ്സം, തൊഴിൽ ചെയ്യാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉള്ള സൂചനയും മറ്റു ചിലർക്ക് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം. എന്നാലും മീനൻ രാശി ആയതുകൊണ്ട് ശുഭരാശി എന്നതിനാൽ ഉന്നതരുടെ സഹായവും അതുപോലെ ഗുരുജനങ്ങളുടെ സഹായ സഹകരണങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നേരത്തെയുള്ള അനുഭവം വെച്ച് പലരും സമാധാനിപ്പിക്കാനും ധൈര്യം പകരാനുമൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. 2025 മെയ് 18 മുതൽ 2026 ഡിസംബർ 5 വരെ രാഹു പുറകോട്ട് സഞ്ചരിച്ച് കുംഭൻ രാശിയിലും കേതു അതുപോലെ സഞ്ചരിച്ച് ജന്മരാശിയിലേക്കും വരികയാണ്. ജന്മരാശി ശരീരത്തിൻ്റെ അവസ്ഥ, സ്വഭാവം, ഓജസ്, ആത്മപ്രഭാവം, മഹത്വം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബുദ്ധിപരമായ കഴിവ്, സൗഭാഗ്യം എന്നിവയൊക്കെ ഉണ്ടാകും. എന്നാൽ സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ജനിച്ച വീട്ട് മാറി താമസിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ചിലപ്പോൾ വരാം. ചിലർക്ക് അന്യദേശവാസവും സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വരും. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണം എന്ന ഒരു പിടിവാശി ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുപോലെ ജീവിക്കണമെന്ന വാശി, അതായത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കണം എന്നൊരു വാശി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം.
അതുപോലെ 7-ലെ രാഹു സഞ്ചരിക്കുമ്പോൾ 7-ാം ഭാവം ഭാര്യാഭർത്താക്കന്മാരെയും കുടുംബ ബന്ധത്തെയും ദാമ്പത്യ ജീവിതത്തെയും കാമവികാരത്തെയും ആഗ്രഹങ്ങളെയും സഞ്ചാരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് മനസ്സ് ഏത് സമയത്തും ചൂട് പിടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വരും. അതായത് ഭാര്യാഭർത്താക്കന്മാർക്ക് ചില കാര്യത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസം അത് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു വലിയ കലഹത്തിലേക്ക് നയിക്കാം. സാമ്പത്തികമായ ചിലവും ബാധ്യതകളും പലപ്പോഴും അത് പ്രശ്നമാകാം. പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്താനുള്ള ഒരു പ്രവണത ഉണ്ടാകാം. അതുപോലെ അപവാദം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം വരാം. ബെഡ്റൂമിൽ ഒരുമിച്ചല്ലാതെ പരസ്പരം രണ്ടായി കിടക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ഇതെല്ലാം ഈ 7-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ പല കാര്യത്തിന് വേണ്ടിയും ശ്രമിച്ച് ഒന്നും നടക്കാതെ സഞ്ചാരക്ലേശത്താൽ മനപ്രയാസം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരാം. അപ്പം ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പേടിപ്പിക്കാനും ഭയപ്പെടുത്താനൊന്നുമല്ല. സമയം മോശമാണ് വരാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോകാൻ നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ കൂടിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ അവിചാരിതമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചിലപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തെ തന്നെ തകർക്കാം. അപ്പോൾ സമയം നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും, മോശമാണെങ്കിൽ ചില മോശഫലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാകുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ്. വിവാഹ സംബന്ധമായി ചിന്തിക്കുന്നവർക്കും ഈ 7-ാം ഭാവം നല്ലതല്ല. വിവാഹ സംബന്ധമായിട്ട് പല പ്രശ്നങ്ങളും വരാം. ഉറപ്പിച്ച വിവാഹം ചിലപ്പോൾ മാറിപ്പോകാം. പല കാരണം കൊണ്ടും തടസ്സം വരാം. അതുപോലെ പ്രേമബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള അവസ്ഥ വരാം. അത്തരം വിവാഹത്തിനാണെങ്കിൽ എതിർപ്പുകളും കുടുംബക്കാരുടെയും വീട്ടുകാരുടെയും ഒക്കെ പല എതിർപ്പുകളെയും ചിലപ്പോൾ നേരിടേണ്ടി വരും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നതാണ്. പൊതുവെ ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പം ഈ രാഹു കേതുക്കളുടെ രാശിമാറ്റം വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഈ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.